അതിർത്തി കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഏതൊരു ഭീകരനെയും ഇന്ത്യ പിന്തുടരും. വേണ്ടി വന്നാൽ പാക് മണ്ണിലെത്തി അവരെ കൊല്ലാനും മടിക്കില്ല എന്നാണ് പാകിസ്ഥാന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. ഈ മുന്നറിയിപ്പിന് പിന്നാലെ പാകിസ്ഥാനെ എളിഭ്യനാക്കിക്കൊണ്ട് മറ്റൊരു വെല്ലുവിളി കൂടി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി നടത്തിയിരിക്കുകയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങളെ എതിർക്കാൻ, തുടച്ചു നീക്കാൻ പാകിസ്ഥാന് ധൈര്യമുണ്ടോ? പാകിസ്ഥാന് കഴിവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീവ്രവാദം തടയാൻ സഹകരണവുമായി ഇന്ത്യ രംഗത്ത് വരും. ഇതാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഭീകരവാദത്തെ ചെറുക്കാതെ ഭീകരവാദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിർത്തി കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഏതൊരു ഭീകരനെയും ഇന്ത്യ പിന്തുടരുമെന്ന പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് ഈ ഒരു ഉറച്ച പരാമർശം എന്നതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അവർ ഞങ്ങളുടെ അയൽക്കാരാണ്. തീവ്രവാദം അവസാനിപ്പിക്കണമെന്ന് അവരുടെ ഉദ്ദേശം വ്യക്തമാണ് എങ്കിൽ അവർ അത് സ്വയം ചെയ്യണം. അല്ലാത്ത പക്ഷം അവർക്ക് ഇന്ത്യയിൽ നിന്ന് സഹായം സ്വീകരിക്കാം എന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ പരാമർശം. ഭീകരരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ ഇന്ത്യ നടത്തുന്നുവെന്ന് ആരോപിച്ച് ബ്രിട്ടീഷ് ദിനപത്രമായ ദി ഗാർഡിയന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആദ്യം പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തത്. അതുപോലെ തന്നെ വിദേശ മണ്ണിൽ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ നയമല്ല എന്ന വിശദീകരണം രാജ്യം നൽകുകയുണ്ടായി. കനേഡിയൻ പൗരനും നിരോധിത ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനുമായ ഹർദീപ് സിംഗ് നിജാറിനെ ആ രാജ്യത്തിന്റെ മണ്ണിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഏജന്റുമാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാനഡയുടെ അവകാശവാദത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജയശങ്കർ ഒരു നിർണായകമായ പരാമർശം നടത്തിയത്. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാനും ചുട്ട മറുപടി തന്നെയാണ് ഇന്ത്യ കൊടുക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദ താവളങ്ങൾ തുടച്ചു നീക്കുമെന്നും ഒരു ശക്തിക്കും ഇത് തടയാൻ കഴിയില്ലെന്നുമാണ് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ശക്തമായ നീക്കങ്ങളിലേക്കാകും ഇന്ത്യ ഇനി കടക്കുക. പാകിസ്ഥാന് വേണമെങ്കിൽ നന്നാവാം, അല്ലാത്ത പക്ഷം ഇന്ത്യ ചിലത് ചെയ്യും, അത് ഉറപ്പാണ്. പാകിസ്ഥാനിലെ ഭീകരവാദത്തെ നേരിടാൻ പാകിസ്ഥാൻ ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, തീവ്രവാദത്തെ എതിർക്കാൻ കഴിവില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഹായം നൽകാമെന്ന് വരെ ഇന്ത്യ പറഞ്ഞതിനു പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. പാകിസ്ഥാൻ എത്രത്തോളം കാപട്യങ്ങൾ കാണിച്ച് ലോകത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഇന്ത്യക്ക് മുന്നിൽ വിലപ്പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ ഭീകരതയെ തഴച്ചു വളരാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി ഇരിക്കപ്പുറതി കൊടുക്കില്ല എന്നതുറപ്പാണ്. ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ അക്കാര്യത്തിൽ വന്നാലും ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമുണ്ടാകില്ല. കാരണം തീവ്രവാദം എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കാനുള്ള ശ്രമം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനുമായി നല്ല ബന്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഭീകരതയുടെ വിത്തുപാകാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെ ഇന്ത്യ പാഠം പഠിപ്പിക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞത്. ഒരു കാലത്തും പാകിസ്ഥാന് ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ നിലപാടുകളും ഇന്ത്യയുടെ വസ്തുതകളും ശരിയായ രീതിയിലാണ്, ശരിയായ പാതയിലാണ്. എല്ലാ കാര്യങ്ങളിലും ഇന്ത്യൻ സൈന്യം പാക് സൈന്യത്തെക്കാൾ ശക്തരാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ പാകിസ്ഥാന്റെ മതിപ്പ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ വില ഏറെ താഴെയാണ് എന്ന് വേണം പറയാൻ. പാകിസ്ഥാനിലെ അവസ്ഥ ഏറെ ദുരിതകരമാകുന്നതും അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ അവസ്ഥ അതല്ല. ഇന്ത്യ ഭീകരവാദത്തിനെതിരായും മറ്റ് രാജ്യങ്ങൾക്ക് ദോഷകരമാകുന്ന കാര്യങ്ങളും ചെയ്യില്ല. ഇന്ത്യൻ മണ്ണിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ അത്തരക്കാരെ ഒരു കാരണവശാലും ഇന്ത്യ വെറുതെ വിടുകയുമില്ല. ഈ അടുത്ത് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒന്നിക്കണമെന്നും അതിന് പൂർണ്ണ പ്രോത്സാഹനം അമേരിക്ക നൽകുമെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടണമെന്ന അഭ്യർത്ഥനയാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. പക്ഷേ അമേരിക്കയോടായി പറയാനുള്ളത്, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളോടൊന്നായി ഇന്ത്യക്ക് പറയാനുള്ളത്, ഇന്ത്യ ഒരു രാജ്യത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കാറില്ല. അയൽ രാജ്യങ്ങളോട് നല്ല രീതിയിൽ തന്നെയാണ് ഇന്ത്യ പെരുമാറാറുള്ളത്. തങ്ങളുടെ നേട്ടങ്ങൾക്കൊപ്പം തന്നെ അയൽ രാജ്യങ്ങളും വളരണം എന്ന ചിന്തയാണ് ഇന്ത്യക്കുള്ളത്. പക്ഷേ ഇന്ത്യക്ക് ഒരു കാലത്തും ഒരിക്കലും ഒരു നല്ല അയലായിരുന്നില്ല പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി ഒന്നിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യ വഴി ഒരുക്കേണ്ടത് പാകിസ്ഥാൻ തന്നെയാണ്. അതായത് ഭീകരവാദത്തെ എതിർത്തുകൊണ്ട് ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്ന പക്ഷം മാത്രമേ ഇന്ത്യ ഇത്തരം കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യുകയുള്ളൂ. അല്ലാത്ത പക്ഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും ഏറെ അകലെയായിരിക്കും. പാകിസ്ഥാന്റെ ചിന്തകൾക്കും നിലപാടുകൾക്കും ഇന്ത്യ പുല്ലുവില നൽകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.